ഇതിൽ ഏറ്റവും ആൾക്കാർ പാടി നടന്ന പാട്ട് ഏതായിരുന്നു? എന്റെ പാട്ടുകളിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്ത പാട്ട് വ്യത്യസ്തനാണ്. രാജമാണിക്കൊക്കെ ഹിറ്റുകളാണ്. അണ്ണൻ തമ്പി, അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ, അതായത് ഒരു 10-25 പാട്ടുകളെങ്കിലും ഹിറ്റുകളുണ്ട്. പക്ഷെ പലപ്പോഴും സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു പ്രത്യേക ജോണറിൽപ്പെട്ട പാട്ടുകളാണല്ലോ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. അതിന് വിപരീതമായിട്ട് ഒരു പാട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ബിജിപാൽ മ്യൂസിക് ചെയ്തൊരു പടം, ഠമാർ പടാർ എന്ന് പറഞ്ഞ സിനിമ. ആ പാട്ട് ഞാൻ സാറിന് പാടിയിരുന്നു. അത് എന്റെ കൂടി ആവശ്യമാണ്. നീയില്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട, മറുപകുതിതെന്നും നീയല്ലേ, ഓടിപ്പോകും കാറ്റിലെ പൊടിമഴ മാതിരി എന്നെ നീ തനിച്ചാക്കിടല്ലേ ഇങ്ങനെ. ഞാനും നീയും ചേർന്നാൽ പാലും തേനും പോലെ മധുരിതമായി ഇളകിയൊഴുകും ഒരു പുഴയായി നിറയുമിവിടെ. നീയില്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട, മറുപകുതിതെന്നും നീയല്ലേ. വ്യത്യസ്തനാമൊരു ഗാനം തന്നെ. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അതെങ്ങനെ പോന്നു? അത് നന്നായിട്ട് തുടങ്ങിയോ? അല്ല, എന്നെ കാണുമ്പോൾ സാധാരണ നമ്മൾ ചെണ്ട കൊട്ടാറുണ്ടാന്ന് ചോദിക്കണത്. പക്ഷേ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ചെണ്ട കാണാറുണ്ടാ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് സമകാലീന സംഭവങ്ങൾ. ഇപ്പൊ നമ്മൾ എന്ത് അവതരിപ്പിച്ചാലും സാമൂഹികമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിനകത്ത് വരും. നമ്മൾ തന്നെ കഥ, തിരക്കഥ, അതിന്റെ സംഭാഷണം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ കാശ് മുടക്കി നമ്മൾ സെറ്റപ്പ് ആക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമുക്ക് എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. കൂടും ഈ പരിപാടിയോട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്തോ? അത് ചെണ്ട അടിച്ചു തുടങ്ങിയിട്ടുണ്ട് സാജൻ. അപ്പൊ ഈ കെ കുറച്ച് കൂട്ടണം, ഒരു 350 കെ കിടക്കട്ടെ. അതെ, യൂട്യൂബിൽ നിന്ന് വല്ല വരുമാനം കിട്ടും. അതെ. അപ്പൊ നമ്മൾ ഈ മാവച്ചൊരു കളി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സംസാരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ആ പരിപാടിയാണ്. അന്ന് മകാരം മാത്യുവായിട്ട് പരിചയമുണ്ട്. മകാരം മാത്യുവിനേക്കാൾ കൂടുതൽ എനിക്കിത് പരിചയപ്പെടുത്തി തരുന്നത് 1996 ആ ഒരു സമയത്ത് ഷമ്മി ചേട്ടൻ എന്റെ പരിപാടി ഷമ്മി തിലകം കാണുകയും അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു പിന്നെ ഞാൻ കുറെ കാലം അദ്ദേഹത്തിന്റെ സുഹൃത്തായി, നമ്മുടെ ജ്യേഷ്ഠനെ പോലെയാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ആശ്രമ അമ്പലയില്ലേ അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഷമ്മി ചേട്ടൻ കാണുകയാണ്. കണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അപ്പൊ അത് റെഡിയാക്കി വെക്കാൻ നമ്മൾ അടുത്ത മാസം നമ്മൾ പോവുകയാണ്. പക്ഷെ അത് സാധാരണ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, അവര് പറക്കുന്നതും ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് പുള്ളി എന്നെ ഇന്ന് പാസ്പോർട്ട് എടുപ്പിച്ചു, അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അതായിരുന്നു അദ്ദേഹമാണ് എന്നെ ഈ മകാരം മാത്യുവിന്റെ ഈ പ്രോഗ്രാം കാസറ്റ് എനിക്ക് ഇട്ട് കാണിച്ചു തരുന്നത്. ഈ അദ്ദേഹം സംസാരിക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? ഇത് മകാരം മാത്യു എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഈ നിന്റെ സംസാരത്തിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് നിനക്ക് ഇത് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഞാൻ കുറെ സ്പീഡിൽ സംസാരിക്കണതൊക്കെ ഇദ്ദേഹം പല വഴിക്ക് കേൾക്കുന്നുണ്ട് പ്രോഗ്രാമിൽ. അപ്പൊ ഇതൊന്ന് പഠിക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു റൂട്ടിലിട്ട് ഇത് മനനം ചെയ്തിട്ട് അങ്ങനെ അവതരിപ്പിക്കാം, അങ്ങനെ അവതരിപ്പിച്ചാൽ മതി. ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോയത് MG സോമേട്ടൻ്റെ ഒപ്പം ജർമ്മനിക്കുള്ള യാത്രയും സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര. സോമേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. കുഞ്ചേട്ടൻ, സോമേട്ടൻ, വീടി രാജപ്പൻ, ഞങ്ങൾ ഇങ്ങനെ. പിന്നെ എൻ്റെ 2-3 പറക്കോടുള്ള 2-3 സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. 5-6 പേര് മാത്രം പോകുന്നു. അന്നാണ് സോമേട്ടൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു പയ്യനാണിവൻ എന്നും പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് അദ്ദേഹം ഭയങ്കരമാണ്. ഇവന്റെ പേര് സാജൻ, നീ ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സോമേട്ട വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റാതെ പറയണ്ടേ, മതി സിനിമയെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്ക്. അന്ന് 15 മിനിറ്റ് എടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ ആ ശരിക്കും പറഞ്ഞാൽ ഈ 19 പേജ് എങ്ങനെ പറഞ്ഞാലും ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ അത് തീർന്നു പോകും. സിനിമ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 3 മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവരായി, മധ്യവയസ്കനായി, മാതൃകപുരുഷനായി, മദ്യപാനിയായി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന 3 മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞളി വിരിഞ്ഞ മല്ലലിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമായമാണ് മലയാള സിനിമയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മമ്മൂട്ടി മാത്രമല്ല, ഒത്തിരി മകാരകാര്യമുള്ള മലയാള സിനിമയുടെ മധുപാൽ, മോഹിനി, മാധവൻ, മധുപാല, മാധുരി, മാധവി, മന്ദാകിനി, മണിരത്ന, മനുഷ്യ കുരള, മമത ഉൽക്കർണ, മനോജ് മഞ്ജുള, മഞ്ജു വാര്യർ, മേനക മാനസർ, മണിയമ്പള രാജു, മീനാമിനി, മിമ്മിനി, മള, മാംകോയ, മോഹൻലാൽ, മോഹൻരാജ്, മുകേഷ്, മാളൂട്ടി, മമ്മൂട്ടി മുതൽ മച്ചാൻ പറയൂസ് വരെ എത്തിക്കുന്നു. മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്. മുതലാളി, മായാവി, മുടിയനായ മാനിശ്രീ, വിശ്വാമിത്ര, മനുഷ്യൻ, മനുവങ്ങൾ, മറ്റൊരു കർണൻ, മുരടൻ, മാർത്താണ്ഡർമ്മ, മലമുകൾ, ദീപം, മംഗളമീട്ടിൽ, മാനശേഷി, മാനഗരത്തിൽ, മയൂർ നൃത്തം, മേലെപ്പറമ്പിൽ, ആൺവീട്ടിൽ, മഴയത്തും ഇതിന് മണ്ണിന്റെ മുകളിൽ മണിവാണികോളി എന്ന് പറയുന്ന 3 മാസങ്ങൾക്ക് മുമ്പ് മലരോത്സവം, മന്മത്സരങ്ങൾ, മഴവിൽ, കാവടി, മഴവിൽ, കൂടാരം, മാൻ ഓഫ് ദ മാച്ച്, മുക്കില്ലാത്ത മുറിമുക്കൻ രാജാവ്, മുദ്ര, മാൻപടം, മാട്ടി, മൂടുപടം, മണിയറ, മാമംഗം, മാനവധർമ്മ, മാന്യമഹജനങ്ങളെ മാതൃമിക്ക് വേണ്ടി മടിയത്ത് മുടിച്ച് മണിച്ചപ്പുറത്തുമ്പോൾ മിസ്പാമിലെ മാമലക്കപ്പുറത്ത് മഴവിയെന്ന് മദ്ദളം കൊട്ടുന്നു, മന്ത്രി മാളികയിൽ മനസ്സമ്മത, മാസ്മരം, മുറുക്കൻ, മിമിക്സ് പരേഡ്, അങ്ങനെ മമ്മിയൻ, മോസാൻ ഗേറ്റ്, മീശ മാധവൻ, മായാമോഹിനി, പിന്നെ കുറേ അങ്ങ് പോകും. തെറ്റാതെ പറയാന്ന് ചെറിയൊരു കഴിവല്ലേ? അത് കുറേ വർഷങ്ങളായിട്ട് അതിന്റെ പ്രചോദനം ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ.